ഹായ് ഗായ്സ്. അപ്പോൾ കല്യാണം വ്ളോഗ് എപ്പിസോഡിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഹൽദി കഴിഞ്ഞിട്ടുള്ള ഒരു ഇടവേളയിൽ എല്ലാവരും ബ്രേക്ക് എടുക്കലും പിന്നെ കുറേ പ്രാക്ടീസ് സെഷനൊക്കെ ഉള്ള വീഡിയോസ് ആയിരുന്നു. ഈ വീഡിയോസ് ആക്ച്വലി ഞാൻ അത് എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് കിട്ടിയ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് നേരം അവിടെ സോങ്സ് എഡിറ്റ് ചെയ്യുന്നു, ചിലർ മാസ്റ്റർ സെറമണി പ്രാക്ടീസ് ചെയ്യുന്നു, ചിലർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇറ്റ് വാസ് എ നൈസ് ടൈം. റബീന ഹെൽസൺ അവരുടെ സുഹൃത്തുക്കള് പിന്നെ അവര് ആങ്കർ ചെയ്ത ആൾക്കാർ ഒക്കെ പ്രത്യേകം നന്ദി പറയും. ഇതേപോലെ തന്നെ 6 മണിക്ക് അടുത്ത പരിപാടി തുടങ്ങുമ്പോൾ എല്ലാവരും വിളിക്കും. അപ്പം അങ്ങനെ കല്യാണത്തിൻ്റെ തലേദിവസമായി ഏപ്രിൽ 26, 2024. അപ്പം അന്ന് നമ്മുടെ ട്രഡീഷൻ ആണല്ലോ മധുരം വെപ്പൊക്കെ. അപ്പം നമ്മുടെ ജസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ കൂടി, മെയിൻലി ഫാമിലി മെമ്പേഴ്സായിട്ടായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപാടി. അപ്പം ഇത് നമ്മൾ തന്നെ ഒരു ചെറിയ ഡെക്കറേഷൻ ആ ഫാം ഹൗസിനകത്ത് ചെയ്തു. അപ്പം എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് എല്ലാം ചെയ്യുന്നതിൻ്റെ കുറച്ച് ഗ്ലിംസസ് ആണ്. അപ്പം ഇനി നമുക്ക് ആ മധുരം വെപ്പ് ചടങ്ങിലേക്ക് പോയാലോ? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടു കൂടിയ നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. മുടി പിന്നുന്നതോ സ്വർണം അണിയുന്നതോ മോടിയായി വസ്ത്രം ധരിക്കുന്നത് പോലെ ബാഹ്യമായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിൻ്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയക്കാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവളുടെ മക്കളായി ഭവിക്കും. നമ്മുടെ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവെ, വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷോണും രവീണയും അനുഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. ഈ ഭോജനവസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്നനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ചെറുക്കന് മധുരം കൊടുക്കട്ടെ, ചെറുക്കന് മധുരം കൊടുക്കട്ടെ. ഞങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ.
പെണ്ണിന് മധുരം കൊടുക്കട്ടെ. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. നിങ്ങളിൽ നിന്ന് മധുരഭോജ്യം സ്വീകരിച്ച എൻ്റെ വിവാഹ ജീവിതം ധന്യമായി ഭവിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹത്തിനൊരുക്കമായി അങ്ങയുടെ നാമത്തിൽ മധുരഭോജ്യം അനുഭവിച്ച ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദതയിലും അന്ത്യം വരെ പുലരുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ സ്നേഹമാധുര്യം ആസ്വദിച്ച് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മംഗളകർമ്മത്തിൽ സംബന്ധിച്ച ഞങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം. നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അള്ളിപ്പൂവിന് കല്യാണം. മണമൊഴുകി മർത്തോമൻ നന്മയാൽ വരമരുളി നൃത്തം ചവിട്ടി ആരോമൽ ചെറുക്കന് കല്യാണം. വെള്ളാമ്പൽ പൊയ്കയിൽ കുളിച്ചൊരുങ്ങി വെള്ളിമേഘത്തൂവലണിഞ്ഞൊരുങ്ങി തെയ്യന്തക്ക നൃത്തം ചവിട്ടി ആരോമൽ പെണ്ണിന് മിന്നയറ്റ്. ചിന്നി മേളം മഴമേളം
ഇതിന് പാട്ടിട്ടിടണം. ആ വന്നോ വന്നോ വന്നോ. അത് വന്നു ഇടയിൽ വീഡിയോയിൽ. ആ അടിക്കോ ഹെയർ അഭിനയിച്ച് ഒന്ന് അങ്ങോട്ട് മാത്രം നോക്കണം. ആ ഇങ്ങനെ ഇതൊക്കെ ഇതെന്തത് ആകെ കൺഫ്യൂഷൻ. ഓക്കെ ഓക്കെ ഇത് സേഫ് ആണോ? സജിയേട്ടൻ സേഫ് ആണോ നോക്കാം അല്ലേ? അതെ അതെ സേഫ് ആണെന്നാ ഉറപ്പായി ഞങ്ങള് പോവും. രൂപയാ? ഓ I see. इधर भाई इधर रह सकते हो? കൊള്ളാലോ. കൊള്ളാലോ. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? അപ്പം ഇനി ഒരു ഫൈനൽ വ്ളോഗും കൂടി ഉള്ളൂ, ഒരു കല്യാണ വ്ളോഗ് ഈ സീരീസിൽ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരയ്ക്കും ബായ്.